DRS എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് MS ധോണിയാണ്. ധോണി ഒരു DRS എടുത്താൽ അമ്പയർക്ക് വരെ പേടിയാണ്. കാരണം അത് ഔട്ടായിരിക്കും. അതാണ് ധോണി റിവ്യൂ സിസ്റ്റം. ഇപ്പോഴത്തെ നിലത്തെ മത്സരത്തിൽ ധോണി ഓർമ്മിപ്പിച്ച ഒരു സംഭവം നടന്നിരിക്കുകയാണ്. ഇത്തവണ സഞ്ജു ആണ് DRS വിളിച്ചത്. ശ്രീലങ്കൻ ടീമിന് ജയിക്കാൻ 4 ബോളിൽ 6 റൺസ് മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. കളി ആര് വേണമെങ്കിലും ജയിക്കാമെന്ന അവസ്ഥയിലായിരുന്നു. ഈ സമയത്താണ് സഞ്ജു മികച്ചൊരു ക്യാച്ച് എടുത്തത്. അത് ഔട്ടാണെന്ന് 1% പോലും ആർക്കും വിശ്വാസമുണ്ടായിരുന്നില്ല. എന്നാൽ സഞ്ജു സൂര്യകുമാറിനോട് അത് DRS എടുക്കാൻ ആവശ്യപ്പെട്ടു. ഈ സംഭവത്തെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലെ ശ്രീലങ്ക മികച്ച കളി തന്നെയാണ് കാഴ്ചവെച്ചത്. എന്നിട്ടും അവർക്ക് ജയിക്കാൻ സാധിച്ചില്ല. ഇന്ത്യ ആകെ കൂടി 137 റൺസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് കളി ഡ്രോ മാച്ച് ആവുകയും സൂപ്പർ ഓവറിൽ ഇന്ത്യ ജയിക്കുകയുമായിരുന്നു. അവസാനത്തെ 4 ബോളിൽ 6 റൺസ് ആയിരുന്നു ശ്രീലങ്കൻ ടീമിനെ ജയിക്കാൻ ആവശ്യമുണ്ടായിരുന്നത്. ഇന്ത്യക്ക് വേണ്ടി ബൗൾ ചെയ്തത് സൂര്യകുമാർ ആയിരുന്നു. സൂര്യകുമാർ എറിഞ്ഞ 19ാം ഓവറിലെ 2ാം ബോളിലാണ് ശ്രീലങ്കൻ ബാറ്റ്സ്മാൻ തീക്ഷ്ണയുടെ ബാറ്റിന്റെ സൈഡിലൂടെ പന്ത് പോയത്. സഞ്ജു ഉടനെ തന്നെ അത് ക്യാച്ച് എടുത്തു. എന്നിട്ട് സഞ്ജു അലറി വിളിച്ചു. എന്നാൽ വേറെ ആരും തന്നെ അപ്പീൽ ചെയ്തില്ല. സഞ്ജു മാത്രമാണ് DRS എടുക്കാൻ ആവശ്യപ്പെട്ടത്. ഒരു നിമിഷം സൂര്യക്ക് പോലും അത് DRS എടുക്കണമെന്ന് തോന്നിപ്പിച്ചു. കാരണം അത് ഔട്ടല്ലെന്ന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. സൂര്യകുമാറിനെ DRS എടുക്കാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല. എങ്കിലും സഞ്ജു തറപ്പിച്ച് പറഞ്ഞതുകൊണ്ട് സൂര്യ അത് DRS എടുത്തു. പിന്നീട് തേർഡ് അമ്പയറുടെ തീരുമാനം വന്നപ്പോൾ സൂര്യകുമാർ ഞെട്ടി. ശരിക്കും അത് ഔട്ടായിരുന്നു. തീക്ഷ്ണയുടെ ബാറ്റിൽ ബോൾ തട്ടിയിരുന്നു. അൾട്രാ എഡ്ജിൽ ഗ്രാഫ് കാണാമായിരുന്നു. 6 വിക്കറ്റ് കളിയിലെ ടേണിംഗ് പോയിന്റ് ആയി. ഒരു ബൗണ്ടറി പോയാൽ പോലും ആ കളി ശ്രീലങ്ക ജയിക്കുമായിരുന്നു. കാരണം അവർക്ക് 4 ബോളിൽ 6 റൺസ് മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. തീക്ഷ്ണയ്ക്ക് നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ അറിയാവുന്ന താരമാണ്. സഞ്ജു ബാറ്റിംഗിൽ ഫ്ലോപ്പ് ആയാലും സഞ്ജു ഒരു അഗ്രഗണ്യനാണ്. സഞ്ജുവിനെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സഞ്ജു DRS എടുക്കാൻ ആവശ്യപ്പെട്ടത്. സൂര്യകുമാർ ഇന്നലത്തെ മാച്ചിൽ ഒരുപാട് കാര്യങ്ങൾ സഞ്ജുവുമായിട്ട് ചോദിച്ചിട്ടുണ്ട്. സഞ്ജു മികച്ച ഒരു ക്യാപ്റ്റൻ കൂടിയാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.